മോർണിംഗ് ടു ഓൾ. നമ്മൾ 7th ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്ത് ഇൻസൈഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്തു. നമ്മൾ അടുത്ത ചാപ്റ്ററിലോട്ട് പോവാണ്, ജോയിനിങ് പാർട്സ്. ഈ ജോയിനിങ് പാർട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ എന്താ അതിനകത്ത് മനസ്സിലാവുന്നത്? കുറെ പാർട്സുകൾ ജോയിൻ ചെയ്ത് വെച്ചത് എന്താ പാർട്സ്? നമ്മൾ ഈക്വൽ പാർട്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിച്ചാൽ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതൊക്കെ. അപ്പൊ എന്താണ് ഈ പാർട്സ്, എന്താണ് ഈക്വൽ ആയിട്ട് ഡിവിഷൻ നടത്താന്നൊക്കെ പറഞ്ഞാൽ ആ ചാപ്റ്റർ പഠിച്ചത് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഒരു സർക്കിളിനെ 4 ഈക്വൽ പാർട്സ് ആക്കുന്നത് എങ്ങനെയാണ്, 3 ഈക്വൽ പാർട്സ് ആക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ കണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ് ഫ്രാക്ഷൻ എന്ന് നമ്മൾ ആ ചാപ്റ്ററിനകത്ത് ജസ്റ്റ് ഒന്ന് കണ്ടായിരുന്നു. എന്താ ഈ ഫ്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഫ്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ, ടോട്ടലിൽ നിന്ന് കുറച്ച് ഭാഗം എടുക്കുക, അല്ലെങ്കിൽ ഈക്വൽ പാർട്സ് എന്ന് തന്നെയാണ് ഫ്രാക്ഷന്റെ മീനിങ്. ശരിയല്ലേ? അതായത് എ ഫ്രാക്ഷൻ റെപ്രസെന്റ്സ് എ പാർട്ട് ഓഫ് എ വോൾ ഓർ മോർ ജനറലി എനി നമ്പേഴ്സ് ഓഫ് ഈക്വൽ പാർട്സ്. അത്രേ ഉള്ളൂ ഫ്രാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളിലൂടെ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത് എന്താണ് ഒരു ഫ്രാക്ഷൻ. ഒരു ഫ്രാക്ഷനോട് ഈക്വൽ ആയിട്ട് വേറെ ഫ്രാക്ഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു ഫ്രാക്ഷന്റെ സെയിം വാല്യൂ ഉള്ള വേറൊരു ഫ്രാക്ഷൻ ഉണ്ടെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കാം? ഇനി സെയിം വാല്യൂസ് ഉള്ള ഫ്രാക്ഷൻസ് എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? ഓക്കെ, ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ദെൻ രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നേരത്തെ പഠിച്ച ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചാപ്റ്ററിലോട്ട് പോവാണ്. ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് പേജ് നോക്കിക്കേ. അവിടെ നമ്മൾ നേരത്തെ കുറെ കണ്ട കാര്യങ്ങളുണ്ട്. അതായത് ഒരു സർക്കിളിനെ 4 ഈക്വൽ പാർട്സ് ആക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്, ഏത് സെറ്റ് സ്ക്വയറിന്റെ ഏത് കോർണർ യൂസ് ചെയ്യണം. സെറ്റ് സ്ക്വയറിന്റെ സ്ക്വയർ കോർണർ യൂസ് ചെയ്ത് 4 ഈക്വൽ പാർട്സ് ആക്കുന്ന ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ ഒരു പിക്ചർ ഉണ്ട്, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് റൈറ്റ് സൈഡിൽ ഓരോ പിക്ചേഴ്സ് ഉണ്ട്. ഫസ്റ്റ് നോക്കിയ ബ്ലൂ ഷെയ്ഡിലുള്ള സർക്കിളിനെ സെറ്റ് സ്ക്വയറിന്റെ സ്ക്വയർ കോർണർ യൂസ് ചെയ്ത് ചെറുതായി ഒരു പാർട്ട് ആക്കുന്ന 4 ഈക്വൽ പാർട്സിൽ ഒരു പാർട്ട് ആക്കുന്ന എങ്ങനെയാന്ന് കാണിച്ചിട്ടുണ്ട്. സെക്കൻഡ്, അതായത് റൈറ്റ് സൈഡിലുള്ള പിക്ചർ നോക്കിയ റെഡ് സർക്കിളിനെ ബ്ലൂ ഷെയ്ഡുള്ള സർക്കിളിനെ 4 ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ട്. സെക്കൻഡ് നോക്കിക്കേ, ഗ്രീൻ ഷെയ്ഡ് ഉള്ളതിനെ 8 ഈക്വൽ പാർട്സ് ആക്കുന്നത് എങ്ങനെയാണ്, ഏത് കോർണർ യൂസ് ചെയ്ത് ആക്കുന്നത് എന്നൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ആ ഗ്രീൻ ഷെയ്ഡുള്ള സർക്കിളിനെ 8 ഈക്വൽ പാർട്സ് ആക്കി കാണിച്ചിട്ടുണ്ട്. തേർഡ് വൺ നോക്കിക്കേ, ആ പിങ്ക് ഷെയ്ഡിലുള്ള ആ സർക്കിളിനെ 6 ഈക്വൽ പാർട്സ് ആക്കുന്ന ഏത് കോർണർ യൂസ് ചെയ്താണ് 6 ഈക്വൽ പാർട്സ് ആക്കുന്നത് എന്ന് കാണിച്ചിട്ടുണ്ട്. അതിന്റെ റൈറ്റ് സൈഡ് ആയിട്ട് ആ സർക്കിളിനെ 6 ഈക്വൽ പാർട്സ് ആക്കിയാൽ എങ്ങനെ ഉണ്ടെന്നുള്ളതും കാണിച്ചിട്ടുണ്ട്. ലാസ്റ്റ് വൺ, ഒരു റെഡ് ഷെയ്ഡിലുള്ള സർക്കിളിനെ 12 ഈക്വൽ പാർട്സ് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡിലുള്ള പിക്ചറിൽ ആ സർക്കിളിനെ 12 ഈക്വൽ പാർട്സ് ആക്കി കാണിച്ചിട്ടുണ്ട്. ഇനി നോക്കിക്കേ, ഓരോ പിക്ചറിൽ നിന്നും, അതായത് ഓരോ സർക്കിളിന്റെ ഓരോ പാർട്ട് വീതമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചു. അതായത് നമ്മൾ ആ ബ്ലൂ ഷെയ്ഡിൽ കൊടുത്തിരിക്കുന്നതിന് 4 ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ട്. അതിൽ ഓരോ പാർട്ട്, നമ്മൾ ഒരു പാർട്ട് അതിനകത്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തെന്നാ പറയണേ, ആ സർക്കിളിന്റെ എന്തുമാത്രം പോർഷൻ എടുത്തെന്നാ നമ്മൾ പറയണേ, ആ സർക്കിളിന്റെ 1/4 പോർഷൻ. ശരിയല്ലേ? ആ ബ്ലൂ ഷെയ്ഡിൽ തന്നിരിക്കുന്ന ഓരോ പാർട്സ് എന്ന് പറയുന്നത് ആ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാകുന്ന വലിയ സർക്കിളിന്റെ 1/4 പോർഷൻ അല്ലേ? ശരിയല്ലേ? സെക്കൻഡ് വൺ നോക്കിക്കേ, ആ ഗ്രീൻ ഷെയ്ഡിലുള്ള 8 ഈക്വൽ പാർട്സ് ആക്കി കാണിച്ചിട്ടുണ്ട്. അതിൽ ഒരു പാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തുമാത്രം പോർഷൻ കിട്ടും? ആ സർക്കിളിന്റെ 1/8 പോർഷൻ അല്ലേ? അതുപോലെ തന്നെയല്ലേ തേർഡ് പിക്ചറിൽ നോക്കിക്കേ, അവിടെ ഒരു സർക്കിളിനെ 6 ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ട്. നമ്മൾ അതിനകത്ത് ഒരു പാർട്ട് മാത്രം എടുത്തെന്ന് വെച്ചു. ആ ഒരു പാർട്ട് നമുക്ക് എന്തുമാത്രമാണ് കിട്ടുന്നത്? ആ വലിയ സർക്കിളിന്റെ 1/6 പോർഷൻ അല്ലേ? ലാസ്റ്റ് പിക്ചറിൽ നിന്ന് ഒരു കുഞ്ഞു പാർട്ട് എടുത്താൽ നമുക്ക് എന്തുമാത്രം കിട്ടും? ആ വലിയ സർക്കിളിനെ 12 ഈക്വൽ പാർട്സ് ആക്കിയാൽ ഒരു പാർട്ട്, അല്ലെങ്കിൽ ആ വലിയ സർക്കിളിന്റെ 1/12 പോർഷൻ കിട്ടിയെന്ന് പറയാം. ശരിയല്ലേ? ഈ 1/12 എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നോക്കി, ഇതൊരു ഫ്രാക്ഷൻ ആണ്. അതായത് 12 ഈക്വൽ പാർട്സിൽ ടോട്ടലായിട്ട് 12 പാർട്സ് ഉണ്ട്, അതിൽ നിന്ന് ഒരു പാർട്ട് എടുത്തു. ഇതാണ് ഒരു ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് കുറച്ച് ഭാഗം ആകെ ഉള്ളതിൽ നിന്ന് കുറച്ചെടുത്തു. 12 ഈക്വൽ പാർട്സിൽ നിന്ന് ഒരെണ്ണം എടുത്താൽ 1/12 പോർഷൻ. നോക്കി, ഈ ഫ്രാക്ഷൻ എഴുതാൻ നേരത്തെ നമുക്ക് മിനിമം എത്ര നമ്പർ വേണം? 1/12 എന്ന് എഴുതിയിരിക്കണം. 1 അതിന് താഴെ ഒരു ലൈന്, താഴെ 12. അതായത് 12 ഈക്വൽ പാർട്സിൽ നിന്ന് ഒരു പാർട്ട് എടുത്തു, 1/12. ഈ 1നെ നമ്മൾ ഒരു ഫ്രാക്ഷനെ അതിന്റെ മുകൾ ഭാഗത്ത് എഴുതണം. ഫ്രാക്ഷൻ എഴുതുമ്പോൾ 2 നമ്പർ വേണം. അതിനകത്ത് ഈ വരയുടെ മുകളിലുള്ള നമ്പറിനെ പറയുന്ന പേരാണ്, ഓർത്തുകൊള്ളുക, ന്യൂമറേറ്റർ. ദെൻ ഈ താഴെയുള്ള 12നെ പറയുന്ന പേരാണ് ഡിനോമിനേറ്റർ. ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. എന്നാൽ ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ, എന്താണ് ഒരു ഫ്രാക്ഷന്റെ ന്യൂമറേറ്റർ, എന്താണ് ഒരു ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ. ക്ലിയർ ആയോ? അപ്പൊ എന്താണ് ന്യൂമറേറ്റർ എന്ന് ഡിനോമിനേറ്റർ എന്ന് ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമ്മളിപ്പോ ചെയ്ത പോലെ നോക്കുക. തൊട്ടടുത്ത പേജ് ഉണ്ടോ? അവിടെ നമ്മൾ എടുത്ത ഓരോ ബ്ലൂ ഷെയ്ഡുള്ളതും ഗ്രീൻ ഷെയ്ഡുള്ളതും പിങ്ക് ഷെയ്ഡുള്ളതും റെഡ് ഷെയ്ഡുള്ള സർക്കിളിന്റെ ഈക്വൽ ആയിട്ടുള്ള ഹാഫ് പോർഷൻസ് എടുത്ത ഫിഗർ ആണ് തൊട്ടടുത്ത പേജിൽ ഏറ്റവും ആദ്യം കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ ബ്ലൂ ഷെയ്ഡുള്ള സർക്കിളിന്റെ ഹാഫ് പോർഷൻ കിട്ടാൻ
നമ്മൾ ഈ 4 പാർട്സ് ആക്കിയിട്ടുണ്ടായിരുന്നാൽ എത്ര പാർട്സ് എടുത്താലാണ് നമുക്ക് കൃത്യം ഹാഫ് കിട്ടുന്നത്? ഹാഫ് സർക്കിൾ ആകാൻ വേണ്ടി നമ്മൾ എത്ര പാർട്സ് എടുക്കണം? 4 പാർട്സിൽ നിന്ന് 2 പാർട്സ് സെലക്ട് ചെയ്യണം. അതായത് 2/4 പോർഷൻ എടുക്കുമ്പോഴാണ് നമുക്ക് ഒന്നാമത്തെ സർക്കിളിന്റെ ഹാഫ് പോർഷൻ കിട്ടുന്നത്. ശരിയല്ലേ? നോക്കി, രണ്ടാമത്തെ സർക്കിൾ ഗ്രീൻ ഷെയ്ഡിലായിരുന്നു. അതിനെ നമ്മൾ ടോട്ടൽ എത്ര പാർട്സ് ആക്കിയായിരുന്നു? 8 പാർട്സ് ആക്കിയായിരുന്നു. 8 പാർട്സിൽ എത്ര പാർട്സ് സെലക്ട് ചെയ്താലാണ് നമുക്ക് ഹാഫ് സർക്കിൾ കിട്ടുന്നത്? 8 പാർട്സിൽ 4 പാർട്സ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹാഫ് കിട്ടും. തേർഡ് പിക്ചറിൽ നമ്മൾ ടോട്ടൽ ആവും പിങ്ക് ഷെയ്ഡുള്ള സർക്കിളിനെ 6 പാർട്സ് ആക്കിയായിരുന്നു. ആ 6 പാർട്സിൽ എത്ര പാർട്സ് സെലക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഹാഫ് സർക്കിൾ ആവുന്നത്? 3 പാർട്സ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹാഫ് സർക്കിൾ കിട്ടും. ദെൻ ഫോർത്ത് പിക്ചറിൽ നമ്മൾ റെഡ് ഷെയ്ഡിലുള്ള സർക്കിളിനെ നമ്മൾ ടോട്ടൽ എത്ര പാർട്സ് ആക്കിയായിരുന്നു? 12 പാർട്സ് ആക്കിയായിരുന്നു. ആ 12 പാർട്സിൽ എത്ര പാർട്സ് സെലക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഹാഫ് സർക്കിൾ കിട്ടുന്നത്? 6 പാർട്സ്. അതായത് നോക്കി, ഇവിടെ എല്ലാം നമുക്ക് കിട്ടിയത് എന്താ? ഓരോന്നും ഡിഫറെന്റ് ഷെയ്ഡ് ആയിരുന്നു, പക്ഷെ എല്ലാ സർക്കിളിന്റെ വലിപ്പമൊക്കെ സെയിം ആയിരുന്നു. അങ്ങനെ ആലോചിച്ച് നോക്കിക്കേ, നമുക്ക് സർക്കിളിന്റെ ഹാഫ് കിട്ടാനായിട്ട് ഫസ്റ്റ് ഫിഗറിൽ നമ്മൾ എത്ര എടുത്തു? 2 ഔട്ട് ഓഫ് 4 പാർട്സ് എടുത്തു. സെക്കൻഡ് ഫിഗറിൽ നിന്നോ 4 ഔട്ട് ഓഫ് 8 പാർട്സ് എടുത്തു. തേർഡ് ഫിഗറിൽ നിന്നോ 3 ഔട്ട് ഓഫ് 6 പാർട്സ് എടുത്തു. ലാസ്റ്റ് ഫിഗറിൽ നിന്നോ 6 ഔട്ട് ഓഫ് 12 പാർട്സ്. ഇവിടെ എല്ലാം ഈ 4 കേസസിലും നമുക്ക് ആക്ച്വലി കിട്ടിയത് എന്താ? ഒരു ഹാഫ് സർക്കിൾ അല്ലേ? അതായത് ഹാഫ് പോർഷൻ അല്ലേ? അതായത് ഈ 4 ഫ്രാക്ഷണൽ പാർട്ട് എടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് സർക്കിളിന്റെ ഹാഫ്. അതായത് ഈ 4 ഫ്രാക്ഷനും സെയിം അല്ലേ? അതായത് ഹാഫിനോട് ഈക്വൽ ആയിട്ടുള്ള 4 ഫ്രാക്ഷൻസ് ആണ് ഏതൊക്കെ? 1/2 ഈക്വൽ ആയിട്ടുള്ള രണ്ടാമത്തെ ഫ്രാക്ഷൻ ആണ് 2/4. അതിനോട് ഈക്വൽ അല്ലേ 3/6. അതിനോട് വീണ്ടും ഈക്വൽ അല്ലേ 4/8 എന്ന് പറഞ്ഞേ. അതിനോട് വീണ്ടും ഈക്വൽ അല്ലേ 6/12 എന്ന് പറഞ്ഞേ. അതായത് 1/2 എന്ന് പറയുന്ന ഫ്രാക്ഷനോട് ഈക്വൽ ആയിട്ട് വരുന്ന മറ്റ് 4 ഫ്രാക്ഷൻസ് ആണ് 2/4, 3/6, 4/8 ആൻഡ് 6/12. ക്ലിയർ ആയോ? അതായത് 1/2 എന്ന് പറഞ്ഞ ഫ്രാക്ഷനോട് ഈക്വൽ ആയിട്ട് വരുന്ന വേറെ 4 ഫ്രാക്ഷൻസ് ആണ് 2/4, 3/6, 4/8 ആൻഡ് 6/12. നോക്കിക്കേ, ഇത്രയും ഫ്രാക്ഷൻസ് ഉള്ളോ? അല്ല, ഇനി നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ഞാൻ ഒരു സർക്കിളിനെ 16 ഈക്വൽ പാർട്സ് ആക്കിയെന്ന് വെച്ചു. 16 ഈക്വൽ പാർട്സ് ആക്കി അതിനകത്ത് 8 പാർട്സ് എടുത്താൽ നമുക്ക് എന്താ കിട്ടുക? കൃത്യം ഹാഫ് പോർഷൻ അല്ലേ കിട്ടുന്നത്? ഒരു ഹാഫ് സർക്കിൾ അല്ലേ കിട്ടുന്നത്? അതെ, അതായത് ടോട്ടലിന്റെ ഹാഫ് എടുക്കുക, നേരെ പകുതി എടുത്താൽ കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താ? ആകെയുള്ളതിന്റെ ഹാഫ് അല്ലേ? ഓക്കെ, എങ്ങനെയാണ് നോക്കി, ഇതിന്റെ താഴെ കണ്ടോ? അങ്ങനെയാണ് നമുക്ക് ഏതൊക്കെ രീതിയിൽ ആ സർക്കിളിന്റെ 1/4 പോർഷൻ എടുക്കാം. അതിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതായത് 1/4 പോർഷൻ കിട്ടാൻ ഫസ്റ്റ് സർക്കിളിന് എന്തുമാത്രം പാർട്ട് എടുത്താൽ മതി? ഫസ്റ്റ് സർക്കിളിന് ഓൾറെഡി 4 ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ 4 ഈക്വൽ പാർട്സിൽ നിന്ന് ഒരു പാർട്ട് എടുത്താൽ പോരെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1/4 പോർഷൻ കിട്ടും. ഫസ്റ്റ് ഫിഗറിൽ ഓക്കെ 1/4 പോർഷൻ കിട്ടാൻ ആ 4 ഈക്വൽ പാർട്സ് എന്ന് പറഞ്ഞാൽ എടുത്താൽ. രണ്ടാമത്തെ ഫിഗറിലോ ടോട്ടൽ എത്ര പാർട്സ് ഉണ്ടായിരുന്നു? 8 ഈക്വൽ പാർട്സ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് എത്ര പോർഷൻ എടുത്താലാണ് നമുക്ക് 1/4 പോർഷൻ കിട്ടുക? അതുപോലെ തന്നെ 8 ഈക്വൽ പാർട്സിൽ 2 പാർട്സ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ആ സർക്കിളിന്റെ 1/4 പോർഷൻ കിട്ടും. തേർഡ് ഫിഗറിൽ നമുക്ക് കൃത്യമായിട്ട് 1/4 എടുക്കാൻ പറ്റുമോ? ഇല്ല, കാരണം സർക്കിളിനെ 6 ഈക്വൽ പാർട്സ് ആയിരുന്നു. അതിനകത്ത് കൃത്യം 1/4 എടുക്കാൻ പറ്റില്ല. ലാസ്റ്റ് ഫിഗറിൽ നിന്ന് പറ്റുമോ? പറ്റും. അവിടെ ടോട്ടൽ എത്ര പോർഷൻസ് ഉണ്ടായിരുന്നു? 12 ഈക്വൽ പാർട്സ് ഉണ്ടായിരുന്നു. ആ റെഡ് സർക്കിളിനെ 12 ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് റെഡ് സർക്കിളിന്റെ 1/4 പോർഷൻ എടുക്കാൻ 12 പാർട്സിൽ എത്ര പാർട്സ് എടുക്കേണ്ടി വരും? 12 പാർട്സിൽ 3 പാർട്സ് എടുക്കേണ്ടി വരും. ശരിയല്ലേ? 3 പാർട്സ് എടുത്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഒരു സർക്കിളിനെ നോക്കിക്കേ, 12 ഈക്വൽ പാർട്സിൽ നിന്ന് 3 പാർട്സ് എടുത്താൽ ഇതുപോലെ ഒരു പോർഷൻ കിട്ടും. ഇതുപോലെ ഒരു പോർഷനാണ് കിട്ടുന്നത്. അതായത് 3 പാർട്സ് ഉള്ള ഇതുപോലെ ഇങ്ങനെ ഒരു പോർഷനിലെ നമ്മൾ സർക്കിൾ എന്ന് പറയുന്നത് സർക്കിളിന്റെ 1/4 പോർഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫുൾ സർക്കിളിന്റെ 1/4 പോർഷൻ എന്ന് പറഞ്ഞാൽ ഇത്. ശരിയല്ലേ? ഓക്കെ, അതായത് 1/4 ഈക്വൽ ആയിട്ടുള്ള വേറെ 2 ഫ്രാക്ഷൻസ് ആണ് ഏതൊക്കെ? 2/8 ആൻഡ് 3/12. അങ്ങനെയാണെന്ന് പറയാമോ? 1/3 ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷൻസ് ഏതൊക്കെയാണെന്ന്? അത് നമ്മള് നോക്കിക്കേ. മൂന്നാമത്തെ ഫിഗർ നോക്കിക്കേ, അവിടെ എത്രയുണ്ട്? ഒരു സർക്കിളിനെ 6 ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് 2 പാർട്സ് എടുത്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? നോക്കിക്കേ, ഒരു സർക്കിൾ ഉണ്ട്, ആ സർക്കിളിനെ 6 ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ടെന്ന് വെച്ചു. 6 ഈക്വൽ പാർട്സിൽ 2 പാർട്സ് എടുത്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? സർക്കിളിനെ 1/3 പോർഷൻ ആക്കുന്ന പോലെയല്ലേ കിട്ടുന്നത്. അതായത് ഒരു സർക്കിൾ ഉണ്ടായിരുന്നു, ആ സർക്കിളിനെ 1/3 പോർഷൻ ആക്കിയ പോലെ തന്നെയല്ലേ വരുന്നത്. നോക്കിക്കേ, ഇങ്ങനെ ഒരു പോർഷനല്ലേ ഇവിടെ കിട്ടിയേക്കണേ. 3 പാർട്സ് ആക്കിയിട്ട് അതിനകത്തൊരു പോർഷൻ. ശരിയല്ലേ? ഓക്കെ, അതായത് 1/3 പോർഷൻ കിട്ടാൻ എന്ത് ചെയ്യാം? ഒന്നുകിൽ 2 ഔട്ട് ഓഫ് 6 എടുക്കുക, അല്ലെങ്കിൽ ലാസ്റ്റ് ഫിഗർ എത്രയാണ് കിട്ടുന്നത്? 3 കിട്ടാണ്ട് എന്ത് ചെയ്യാം? 3 ഔട്ട് ഓഫ് 4 ഔട്ട് ഓഫ് 12 എടുത്താൽ നമുക്ക് എന്തെങ്കിലും കിട്ടുന്നത്? അതായത് ആ തേർഡ് സർക്കിളിന്റെ ലാസ്റ്റ് സർക്കിളിന്റെ 12 ഈക്വൽ പാർട്സ് ആക്കിയത് 4 പോർഷൻ എടുത്താലും നമുക്ക് 1/3 കിട്ടും. അപ്പൊ അതിന് നേരെ എഴുതി വെക്കാൻ എന്ത്? 1/3 is equal to 2/6 equal to 4/12. then ലാസ്റ്റ് വണ്ണിലോ 2/3 കിട്ടാനപ്പോ എന്ത് ചെയ്താൽ മതിയായിരിക്കും? 4/6 അല്ലെങ്കിൽ 8/12 എടുത്താൽ മതിയായിരിക്കും. ശരിയല്ലേ? ഓക്കെ, എന്തുകൊണ്ട് അങ്ങനെ കിട്ടാൻ കാരണം? 2/3 പോർഷൻ എടുത്താൽ വേണ്ടത് ഈ
ഇപ്പോൾ നോക്കി ഈ പിങ്ക് ഷെയ്ഡിലുള്ള സർക്കിളിനകത്ത് ടോട്ടൽ 6 പാർട്സ് ഉണ്ട്. അതിൽ 4 പാർട്സ് എടുത്താൽ നമുക്ക് സർക്കിളിന്റെ 2/3 കിട്ടുന്ന പോലെ അല്ലേ? ശരിയല്ലേ? ഇങ്ങനെ നോക്കിക്കേ, ഞാൻ ഇങ്ങനെ ഒരു സർക്കിളിനെ 6 ഈക്വൽ പാർട്സ് ആക്കാൻ പോവാ. ഇങ്ങനെ ഒരു ലൈൻ വരച്ചു, ഇങ്ങനെ 6 ഈക്വൽ പാർട്സ് ആയി. ഇതിനകത്തുനിന്ന് 4 പോർഷൻ എടുത്തെന്ന് വെച്ചാൽ ഇങ്ങനെ ഞാൻ ഷെയ്ഡ് ചെയ്ത് 4 പോർഷൻസ് കാണിച്ചേക്കുക. 4 പോർഷൻസ് ഇങ്ങനെ കാണിച്ചേക്കുക ഷെയ്ഡ് ചെയ്ത്. അങ്ങനെയാണ് നോക്കിക്കേ, ഇപ്പൊ എന്തുമാത്രം കിട്ടുന്നത് എനിക്ക്. അതായത് ഇങ്ങനെയാണ് വന്നിരിക്കുന്ന ടോട്ടൽ. ഈ 2 പോർഷൻസ് ഞാൻ ഷെയ്ഡ് തന്നിട്ടില്ല. വേറൊരു സർക്കിൾ ഉണ്ടായിരുന്നു വെച്ചു, സർക്കിളിനെ 3 ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ട്. അതിൽ 2 പാർട്സ് ഞാൻ ഷെയ്ഡ് ചെയ്തേക്കണ പോലെ തന്നെയല്ലേ കിട്ടുന്നത്. ഈ ഒരു പാർട്സ് വെച്ച് നോക്കിക്കേ, ഈ ഒരു പോർഷൻ തന്നെയല്ലേ ഇവിടെ ബ്ലാങ്ക് ആയിട്ട് കിടക്കണേ? ശരിയല്ലേ? ഇങ്ങനെ കിടക്കുന്ന ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന ഈ ഒരു പോർഷൻ തന്നെയല്ലേ? അതെ, അതായത് 2/3 എന്ന വാല്യൂടെ ഈക്വൽ ആയിട്ടുള്ള വരുന്നതാണ് 4/6 അല്ലെങ്കിൽ 8/2. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ. ഇപ്പൊ നമ്മൾ മുമ്പ് ഫസ്റ്റ് എക്സാമ്പിൾ കണ്ടായിരുന്നു 1/2 ഈക്വൽ ആയിട്ടുള്ള വേറെ ഫ്രാക്ഷൻസ്. നോക്കി, 1/2 ഈക്വൽ ആയിട്ട് വേറെ ഫ്രാക്ഷൻ ആയിരുന്നു 2/4, 3/6, 4/8. ഇവിടെയൊക്കെ നോക്കിക്കേ, എന്തെങ്കിലും മാർഗം ഉണ്ടോ? അതായത് ന്യൂമറേറ്ററുള്ള നമ്പറിന്റെ പ്രത്യേകത എന്താ? 1 2 3 4 എന്നങ്ങ് പോവാ. ന്യൂമറേറ്ററുള്ള ഡിനോമിനേറ്ററുള്ള നമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? 1 എടുത്തോ 1 ഔട്ട് ഓഫ് 2, 2 ഔട്ട് ഓഫ് 4, 3 ഔട്ട് ഓഫ് 6, 4 ഔട്ട് ഓഫ് 8. അതായത് ആകെ ഉള്ളതിന്റെ ഹാഫ് പോർഷൻ അങ്ങനെയല്ലേ എടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ 40 പോർഷൻസ് ഉണ്ടായിരുന്നു വെച്ചു. ഒരു സർക്കിളിനെ 40 ഈക്വൽ പാർട്സ് ആക്കി. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് എത്ര പാർട്സ് എടുത്താലാണ് സർക്കിളിന്റെ ഹാഫ് കിട്ടുക? 20 പാർട്സ് എടുക്കും. അതായത് 20 ഔട്ട് ഓഫ് 4. അങ്ങനെയാണെങ്കിൽ ഒരു സർക്കിളിനെ അല്ലെങ്കിൽ എന്തോ ഒരു ഏതെങ്കിലും ഒരു കാര്യത്തെ 100 അല്ലെങ്കിൽ ഒരു സർക്കിളിനെ റെക്റ്റാങ്കിൾ എന്നായിക്കോട്ടെ 100 ഈക്വൽ പാർട്സ് ആക്കി. അതിൽ എത്ര പാർട്സ് എടുത്താലായിരിക്കും അത് ഹാഫ് കിട്ടുക? 100ൽ 50 പോർഷൻസ് എടുക്കണം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തേക്കണുണ്ടോ? ആ പേജിന്റെ ലാസ്റ്റ് ആയിട്ട്, ഫോർ എക്സാമ്പിൾ, ഫോർ 100 ഈക്വൽ പാർട്സ് ഹൗ മെനി പാർട്സ് ഷുഡ് ബി ടേക്ക് ടു മേക്ക് ഹാഫ്? 100 പാർട്സിൽ നിന്ന് എത്ര പാർട്സ് എടുത്താലാണ് ഹാഫ് കിട്ടുക? ഇവിടെ എല്ലാം ഹാഫ് അല്ലേ കണ്ടുപിടിക്കുന്നത്? ഹാഫ് അല്ലേ കിട്ടിയേക്കുന്നത്? ഹാഫ് എന്ന് പറഞ്ഞാൽ അല്ലെ 1/2 എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷൻസ് അല്ലേ ഇതെല്ലാം. അപ്പൊ അതിനോട് ഈക്വൽ ആയിട്ട് വരുന്ന 100 ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന ഒരു ഫ്രാക്ഷൻ ആണ് 50/100. അപ്പൊ അവിടെ കൊടുത്തിരിക്കുന്നത് 1/2 is equal to ഡാഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് എന്ത് ഫിൽ ചെയ്യാം? 50/100. ക്ലിയർ അല്ലേ? ഇതിൽ 50ക്ക് പറയുന്ന പേരാണ് ന്യൂമറേറ്റർ, 100ന് പറയുന്ന പേരാണ് ഡിനോമിനേറ്റർ. ദെൻ നെക്സ്റ്റ് പേജ് കണ്ടോ, അവിടെ വേറെ കുറച്ച് സർക്കിൾസിനെ ഷെയ്ഡ് ചെയ്തേക്കണം കണ്ടോ. ഒരു സർക്കിളിനെ 3 ഈക്വൽ പാർട്സ് ആക്കി അതിനകത്ത് റെഡ് ഷെയ്ഡിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് എന്തുമാത്രം പോർഷൻ ആണ്? 1/3 പോർഷൻ ആണ്. രണ്ടാമത്തെ പിക്ചറിൽ എന്തുമാത്രം പോർഷൻ ആണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്? അവിടെയും ഒരു സർക്കിളിനെ 6 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് 2 പാർട്സ് എടുത്തു. അത് എന്തിനോട് ഈക്വൽ ആണ്? 2/6 ഈക്വൽ ആണ്. അത് 1/3 ഈക്വൽ ആണ്. തേർഡ് പിക്ചറിലോ ഒരു സർക്കിളിനെ 12 ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ട്. അതിനകത്ത് 4 ഈക്വൽ പാർട്സ് ഷെയ്ഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതും ആക്ച്വലി ആ ഫസ്റ്റ് സർക്കിളിലെ പോലെ തന്നെ 1/3 പോർഷൻ തന്നെയല്ലേ? അതായത് 1/3 ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷൻസ് ആയിരുന്നു അവിടെ കാണിച്ചിരിക്കുന്നത്. അതെല്ലാം പിക്ചറൈസ് ചെയ്ത് കാണിച്ചിരിക്കുക. ശരിയല്ലേ? അപ്പൊ 1/3 ഈക്വൽ ആയിട്ടുള്ള 2 ഫ്രാക്ഷൻസ് ആണ് പിക്ചറൈസ് ചെയ്ത് കാണിച്ചത്. 1/3 is equal to 2/6 equal to 4/12 is equal to തൊട്ട് താഴെ ഒരു 9 ഒരു റിബണിനെ 9 ഈക്വൽ പാർട്സ് ആക്കി കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആ 9 ഈക്വൽ പാർട്സിൽ നിന്ന് എത്ര പാർട്സ് എടുത്താലാണ് നമുക്ക് ആകെയുള്ളതിന്റെ 1/3 പോർഷൻ കിട്ടുക? നോക്കിക്കേ, 1/3 പോർഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് മീൻ ചെയ്യുന്നത്? ആകെയുള്ളതിനെ 3 ഈക്വൽ പാർട്സ് ആക്കിയാൽ അതിലൊരു പാർട്ട്. അപ്പൊ നമ്മുടെ കയ്യില് 9 പീസസ് ഓഫ് റിബൺ ഉണ്ട്. ആ 9 പീസസ് ഓഫ് റിബണിനെ 3 ഈക്വൽ ഗ്രൂപ്പ് ആക്കുക. 3 ഈക്വൽ ഗ്രൂപ്പ് ആക്കിയാൽ ഓരോ ഗ്രൂപ്പിലും എത്ര പീസ് ഓഫ് റിബൺസ് ഉണ്ടാവും? 3 പീസസ് ഓഫ് റിബൺ അല്ലേ ഉണ്ടാവുക. അതായത് 9 പീസ് ഓഫ് റിബണിൽ നിന്ന് 3 പീസസ് ഓഫ് റിബൺ സെലക്ട് ചെയ്താൽ നമുക്ക് ആകെ ഉള്ളതിന്റെ എത്ര പോർഷൻ കിട്ടുന്നത് പോലെയാകും? 1/3 പോർഷൻ കിട്ടുന്ന പോലെയാകും. ശരിയല്ലേ? അതായത് 1/3 എന്ന് പറയുന്ന ഫ്രാക്ഷനോട് ഈക്വൽ ആയിട്ടുള്ള 9 ഡിനോമിനേറ്റർ വരുന്ന ഫ്രാക്ഷൻ ആണ് 3/9. ശരിയല്ലേ? ആ റിബണിന്റെ എക്സാമ്പിൾ നോക്കിക്കേ. ടോട്ടൽ 9 പീസസ് ഓഫ് റിബൺ ഉണ്ട്. അതിൽ നിന്ന് ഞാൻ 3 പീസസ് ഓഫ് റിബൺ മാത്രം സെലക്ട് ചെയ്യുന്നു വെച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തുമാത്രം പോർഷൻ കിട്ടുന്നത്? ആകെയുള്ള റിബണിന്റെ 1/3 പോർഷൻ തന്നെയല്ലേ? ആകെയുള്ള 9 പീസസ് ഓഫ് റിബണിനെ 3 ഗ്രൂപ്പ് ആക്കി. 3 ഗ്രൂപ്പ് ആക്കിയപ്പോൾ ഓരോ ഗ്രൂപ്പിലും 3 റിബൺ പീസസ് വീതം വരും. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് എടുത്താൽ എത്ര കിട്ടും? 3 പീസസ് ഓഫ് റിബൺ അല്ലേ കിട്ടുന്നത്. അപ്പൊ 3 ഔട്ട് ഓഫ് 9 പീസസ് ഓഫ് റിബൺ ആണ് 1/3 പോർഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതായത് 1/3 ഈക്വൽ ആയിട്ടുള്ള 9 ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന ഫ്രാക്ഷൻ ആണ് 3/9. ഓക്കെ, നെക്സ്റ്റ് പേജിൽ അവള് ചോദിച്ചിട്ടുണ്ട് 1/3 ഈക്വൽ ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു ഫ്രാക്ഷൻ എഴുതാൻ പറ്റുമോ? അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ 9 വരെ എഴുതിയില്ലേ? ഫ്രം എ റിബൺ കട്ട് ഇൻടു 15 ഈക്വൽ പാർട്സ്. സപ്പോസ് 15 ഈക്വൽ പാർട്സ് ഉണ്ടായിരുന്നു. റിബണിനെ കട്ട് ചെയ്തപ്പോൾ 15 ഈക്വൽ പാർട്സ് കിട്ടി. അങ്ങനെയെങ്കിൽ
അതിൽ നിന്ന് 1/3 പോർഷൻ കിട്ടണമെങ്കിൽ ഞാൻ 15 പീസസിൽ നിന്ന് എത്ര പീസസ് സെലക്ട് ചെയ്യണം? അതായത് 1/3 പോർഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? ആകെയുള്ള റിബൺ പീസസിന്റെ എണ്ണത്തിനെ 3 ഗ്രൂപ്പ് ആക്കിയാൽ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് എടുക്കാന്നാണ് 1/3 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്റെ ആകെ 15 പീസസ് ഓഫ് റിബൺ ഉണ്ടെന്ന് വെച്ചു. 15 പീസസ് ഓഫ് റിബണിൽ നിന്ന് 1/3 കിട്ടണമെങ്കിൽ എത്ര പീസസ് ഓഫ് റിബൺ ഞാൻ സെലക്ട് ചെയ്യണം? അതിനായിട്ട് ആകെയുള്ള 15 പീസസ് ഓഫ് റിബണിനെ 3 ഗ്രൂപ്പ് ആക്കുക. 3 ഗ്രൂപ്പ് ആക്കുമ്പോൾ ഓരോ ഗ്രൂപ്പിൽ എത്ര വീതം വരും? 5 പീസസ് ഓഫ് റിബൺ വരും. ശരിയല്ലേ? 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പൊ 5 കിട്ടും. അങ്ങനെയുള്ള 15 പീസസ് ഓഫ് റിബണിനെ 5 ഗ്രൂപ്പ് ആക്കിയാൽ ഓരോ ഗ്രൂപ്പിൽ എത്ര വീതം വരും? 5 വരും. അതായത് 1/3 15ന്റെ 1/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ്. അതായത് 5/15 ഓഫ് പീസസ് ഓഫ് റിബൺ സെലക്ട് ചെയ്താൽ എനിക്ക് 1/3 കിട്ടും. അതായത് നെക്സ്റ്റ് പേജിൽ എഴുതാം 1/3 ഈസ് ഈക്വൽ ടു 5/15. ക്ലിയർ ആയോ? ഓക്കെ. തൊട്ടടുത്ത പിക്ചർ കണ്ടു. ഇവിടെ 1/3 പോലെ തന്നെ 2/3നെ എങ്ങനെ നമുക്ക് 2/3 ഈക്വൽ ആയിട്ടുള്ള വേറെ ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കുന്നതിനാണ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പിക്ചർ നോക്കിക്കേ. ഫസ്റ്റ് സർക്കിളിൽ ഒരു സർക്കിളിന്റെ 2/3 പോർഷൻ ഷെയ്ഡ് ചെയ്ത് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ പിക്ചറിലോ അതേ വലിപ്പമുള്ള ഒരു സർക്കിളിനെ 6 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് 4 പീസസ് ഷെയ്ഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ആ 4 പീസസ് ഷെയ്ഡ് ചെയ്തതും അതിന്റെ തൊട്ട് മുമ്പത്തെ വീഡിയോയിലെ 2 പീസസ് ഷെയ്ഡ് ചെയ്തതും ആക്ച്വലി തന്നിരിക്കുന്ന സർക്കിളിന്റെ 2/3 പോർഷൻ തന്നെയല്ലേ? സെയിം ആയിട്ട് വരുന്ന പോർഷൻ തന്നെയല്ലേ? അതായത് മൂന്നാമത്തെ പിക്ചറിലോ ഒരു സർക്കിളിനെ 12 ഈക്വൽ പാർട്സ് ആക്കിയതിൽ 8 പാർട്സ് ഷെയ്ഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതും നമ്മൾ മുമ്പേ എടുത്ത പോലെ തന്നെ 4/6 പാർട്സിനോടും 2/3 പാർട്സിനോടും ഒരു സർക്കിളിന്റെ 2/3യോടും 4/6നോടും ഈക്വൽ ആയിട്ട് തന്നെയല്ലേ കിട്ടിയത്. അതായത് ഈ 3 ഫ്രാക്ഷൻസും സെയിം അല്ലേ? ഇനി അതുപോലെ റിബണിന്റെ പ്രോബ്ലം എടുത്ത പോലെ തന്നെ 9 പീസസ് ഓഫ് റിബൺ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അതിന്റെ 2/3 പോർഷൻ എടുക്കണം എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? 9 പീസസ് ഓഫ് റിബണിനെ 3 ഈക്വൽ ഗ്രൂപ്പ് ആക്കി. അപ്പൊ എത്ര കിട്ടും? 3 ഗ്രൂപ്പ് ആക്കി തിരിച്ചു. അപ്പൊ എത്ര കിട്ടും? ഓരോ ഗ്രൂപ്പിലും 3 എണ്ണം വീതം കിട്ടും. അങ്ങനെയുള്ള 2 ഗ്രൂപ്പ് സെലക്ട് ചെയ്താൽ നമുക്ക് എത്ര എണ്ണം കിട്ടും? 6 കിട്ടത്തില്ലേ? 6 ഔട്ട് ഓഫ് 9 പീസസ് ഓഫ് റിബൺ ആണ് 2/3 ഈക്വൽ. ക്ലിയർ ആയോ? അതായത് 2/3 is equal to 4/6 equal to 8/12 is equal to 6/9. ഇതുപോലെ തന്നെ 15 പീസസ് ആക്കിയായിരുന്നെങ്കിലോ അതിനകത്ത് 10 പീസസ് എടുത്താൽ എനിക്ക് എന്ത് കിട്ടും? ആകെയുള്ള റിബണിന്റെ 2/3 പോർഷൻ കിട്ടും. ക്ലിയർ ആയോ? ഓക്കെ. അങ്ങനെയെങ്കിൽ തൊട്ടടുത്ത പേജിൽ വേറെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്, നോക്കുക. അവിടെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചെയ്താൽ മതി. ഞാനൊന്ന് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, കളർ ദ സ്പെസിഫൈഡ് പാർട്ട് ഇൻ ഈച്ച് ഫിഗർ. ഓക്കെ. അതാണ് ചോദിച്ചിരിക്കുകയാണ് from it find another form of the fraction. എന്നിട്ട് അതിനകത്ത് അതിനെ തന്നെ ഈക്വൽ ആയിട്ടുള്ള വേറൊരു ഫോം ഓഫ് ഫ്രാക്ഷനിലോട്ട് മാറ്റണം. നോക്കുക, ഫസ്റ്റ് ഫിഗറിൽ ഒരു സർക്കിളിനെ എത്ര ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ട്? ആ സർക്കിളിനെ 18 ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ട്. അതായത് ഒരു സർക്കിൾ വരച്ചിട്ട് ആ സർക്കിളിനെ 18 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. 18 ഈക്വൽ പാർട്സ് ആക്കി കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് എത്ര പാർട്സ് എടുത്താലാണ് എനിക്ക് 1/6 പോർഷൻ കിട്ടുക? എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു സർക്കിളിനെ അവിടെ 18 ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ട്. അതിനകത്ത് എത്ര പാർട്സ് എടുത്താലാണ് എനിക്ക് 1/6 പോർഷൻ കിട്ടുക? ഇപ്പൊ പറഞ്ഞ പോലെ ആലോചിച്ച് നോക്കി, എനിക്ക് 1/6 പോർഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? ആകെ ഉള്ളതിന്റെ 1/6 പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആകെ ഉള്ളതിനെ 6 പാർട്സ് ആക്കിയാൽ അതിൽ ഒരു പാർട്ട്. അപ്പൊ ആകെ എത്ര പാർട്സ് ഉണ്ട് എന്റെ കയ്യില്? ഒരു സർക്കിളിനെ 18 ഈക്വൽ പാർട്സ് ആക്കുന്നുണ്ട്. അതിനെ ഞാൻ 6 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ ഓരോന്നിലും എത്ര വീതം വരും? 3 വീതം വരും. അങ്ങനെയുള്ള ഒരെണ്ണമല്ലേ എനിക്ക് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ 1/6നോട് ഈക്വൽ ആയിട്ടുള്ള വേറൊരു ഫ്രാക്ഷൻ ആണ് എന്ത്? 3/8. അപ്പൊ ഇവിടെ നിങ്ങൾ എത്ര പാർട്സ് ഇവിടെ ഷെയ്ഡ് ചെയ്യണം? 3 പാർട്സ് ഇവിടെ ഷെയ്ഡ് ചെയ്യണം. എന്നിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്? താഴെ 1/6 ഈക്വൽ ടു 3/18. രണ്ടാമത്തെ ഫിഗറിൽ ഒരു വലിയ സ്ക്വയറിനെ 9 ഈക്വൽ സ്ക്വയർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ താഴെ ചോദിച്ചിരിക്കുന്നത് അതിന്റെ 2/3 പോർഷൻ ഷെയ്ഡ് ചെയ്ത് കാണിക്കണം. അപ്പൊ ടോട്ടൽ അവിടെ എത്ര സ്ക്വയർസ് ഉണ്ട്? സ്മോൾ സ്ക്വയർസ് ഉണ്ട്. 9 സ്ക്വയർസ്. 9 സ്ക്വയർസിൽ നിന്ന് എത്ര സ്ക്വയർ സെലക്ട് ചെയ്താലാണ് എനിക്ക് 2/3 പോർഷൻ കിട്ടുക? ഇവിടെയും ആലോചിച്ച് നോക്കിക്ക്. 2/3 പോർഷൻ എന്ന് പറയുന്നത് ആകെയുള്ളതിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അങ്ങനെയുള്ള 2 പാർട്സ്. അപ്പൊ ആകെയുള്ള 9 സ്ക്വയർസിനെ ഞാൻ 3 ഗ്രൂപ്പ് ആക്കി. അങ്ങനെയുള്ള ഓരോ ഗ്രൂപ്പിൽ എത്ര വീതം വരും? 3 എണ്ണം വീതം വരും. അങ്ങനെയുള്ള എത്ര ഗ്രൂപ്പ് സെലക്ട് ചെയ്യണം? 2 ഗ്രൂപ്പ് സെലക്ട് ചെയ്യണം. അതായത് 2/3 പോർഷൻ എന്ന് പറഞ്ഞാൽ 9 പീസസിൽ നിന്ന് എത്ര പീസസ് സെലക്ട് ചെയ്താലാണ് കിട്ടുന്നത്? 6 പീസസ്. അതായത് 2/3 is equal to 6/9. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ 9 സ്ക്വയർസിൽ 6 സ്ക്വയർസ് ഷെയ്ഡ് ചെയ്ത് കാണിക്കണം. തേർഡ് പിക്ചർ നോക്കി, അവിടെ എത്ര സ്മോൾ റെക്ടാംഗിൾസ് ഉണ്ട്? 12 റെക്ടാംഗിൾസ് ഉണ്ട്. അതിന്റെ അകത്ത് 3/4 പോർഷൻ ഷെയ്ഡ് ചെയ്യാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ. ആകെ ഉള്ളതിന്റെ 3/4 പോർഷൻ. അങ്ങനെയാണ് ആലോചിച്ച് നോക്കി, അവിടെ 12 സ്മോൾ റെക്ടാംഗിൾസ് ഇല്ലേ? അതിനകത്ത് എത്ര റെക്ടാംഗിൾ എടുത്താലാണ് എനിക്ക് 3/4 പോർഷൻ കിട്ടുക? ആകെയുള്ള 12നെ 4 ഗ്രൂപ്പ് ആക്കി. അപ്പൊ ഓരോ ഗ്രൂപ്പിൽ എത്ര വീതം വരും? 3 വീതം വരും. അങ്ങനെയുള്ള 3 ഗ്രൂപ്പ് സെലക്ട് ചെയ്തു. 3 × 3 9 വരും. അതായത് 9 ഔട്ട് ഓഫ് 12 സ്മോൾ റെക്ടാംഗിൾസ് ആണ് എനിക്ക് 3/4 പോർഷൻ കിട്ടുന്നത്. ശരിയല്ലേ? ക്ലിയർ ആയോ? ഓക്കെ.
നോക്കി, അപ്പൊ ഇവിടെ എത്ര എണ്ണം ഷെയ്ഡ് ചെയ്യണം? ആകെയുള്ള 12 സ്മോൾ റെക്ടാംഗിൾസിൽ 9 റെക്ടാംഗിൾസും ഷെയ്ഡ് ചെയ്ത് കാണിക്കണം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കളർ 1/4 ഓഫ് ദിസ് ട്രയാങ്കിൾ. അവിടെ ഒരു ട്രയാങ്കിളിന്റെ കുറെ ട്രയാങ്കിൾസ് ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫിഗർ ഉണ്ട്. അതിനകത്ത് 1/4 ഓഫ് ദി പോർഷൻ ഷെയ്ഡ് ചെയ്യണം. ഇനി ആക്ച്വലി അവിടെ എത്ര ട്രയാങ്കിൾസ് ഉണ്ടായിരുന്നു? ടോട്ടൽ 16 ട്രയാങ്കിൾസ് ഉണ്ടായിരുന്നു. അതിനകത്ത് എത്ര ട്രയാങ്കിൾസ് സെലക്ട് ചെയ്താലാണ് എനിക്ക് 1/4 പോർഷൻ കിട്ടുക? ഇവിടെ ആലോചിച്ച് നോക്കുക. ആകെ ഉള്ളതിനെ 4 പാർട്സ് ആക്കിയാൽ അതിലൊരു പാർട്സ്. ആകെയുള്ള 16 ട്രയാങ്കിൾസിനെ ഞാൻ 4 ഗ്രൂപ്പ് ആക്കി. അപ്പൊ ഓരോ ഗ്രൂപ്പിൽ എത്ര വീതം വരും? 4 ട്രയാങ്കിൾസ് വീതം വരും. അപ്പൊ അങ്ങനെയുള്ള ഒരെണ്ണമല്ലേ എനിക്ക് വേണ്ടത്. അപ്പൊ 4 ഔട്ട് ഓഫ് 16 ആണ് ഏതിനോട് ഈക്വൽ? 1/4നോട് ഈക്വൽ. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ആ 16 ട്രയാങ്കിൾസിൽ 4 ട്രയാങ്കിൾസ് ഷെയ്ഡ് ചെയ്യുക. കണ്ടിന്യൂഷൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, ട്രൈ ടു ഡു ഇറ്റ് ഇൻ ഡിഫറെന്റ് വേസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. വാട്ട് ഫ്രം ഓഫ് 1/4 ഡു വി ഗെറ്റ് ഫ്രം ദിസ്? അതായത് നമുക്ക് അവിടെ ട്രയാങ്കിൾസിനെ നമുക്ക് ഒരൊറ്റ രീതിയിൽ മാത്രമേ ഷെയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നോക്കുക, ഞാൻ ഫിഗർ ഒന്ന് വരച്ച് കാണിക്കാം. അതായത് 16 ട്രയാങ്കിൾസ് ഉണ്ട്. അതിൻ്റെ അകത്ത് 4 ട്രയാങ്കിൾസ് ഷെയ്ഡ് ചെയ്താൽ എന്താ കിട്ടും എനിക്ക്? അതുപോലെ 4 ട്രയാങ്കിൾസ് ഷെയ്ഡ് ചെയ്താൽ 1/4 പോർഷൻ കിട്ടും. ഇങ്ങനെ മാത്രമേ ഷെയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി 4 ട്രയാങ്കിൾസ് ഷെയ്ഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 1/4. അപ്പൊ നമുക്ക് ഡിഫറെന്റ് കുറെ രീതിയിൽ നമുക്ക് 1/4 പോർഷൻ ഷെയ്ഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇൻ ദ ഫിഗർ വൺ പാർട്ട് ഓഫ് ദ ട്രയാങ്കിൾ ഈസ് കളേർഡ് റെഡ്. നോക്കിയ താഴെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എത്ര പാർട്സ് ആണ് റെഡ് ഷെയ്ഡിൽ തന്നിരിക്കുന്നത്? നോക്കിക്കേ, അവിടെ വലിയ ട്രയാങ്കിളിനെ എത്ര പാർട്സ് ആക്കിയിട്ടുണ്ട്? വലിയ ട്രയാങ്കിളിനെ ടോട്ടൽ 9 ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ട്. അതിൽ എത്ര പാർട്സ് ആണ് റെഡ് ഷെയ്ഡിലുള്ളത്? 6 പാർട്സ്. ശരിയല്ലേ? അപ്പൊ റെഡ് ഷെയ്ഡിലുള്ളത് എന്തുമാത്രമാണ്? 6/9 ഓഫ് ദി ടോട്ടൽ. അങ്ങനെയാണെങ്കിൽ 6/9നോട് ഈക്വൽ ആയിട്ടുള്ള 3 ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന ഫ്രാക്ഷൻ ഏതാണ്? അതായത് സെക്കൻഡ് പാർട്ട്. റൈറ്റ് ദിസ് ഫ്രാക്ഷൻ വിത്ത് ഡിനോമിനേറ്റർ 3. ഡിനോമിനേറ്റർ 3 ആയിട്ട് വരുന്ന ഫ്രാക്ഷൻ ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 6/9നോട് ഈക്വൽ ആവുന്ന ഡിനോമിനേറ്റർ 3 ആയിട്ടുള്ള ഫ്രാക്ഷൻ എത്രയാണ്? അതായത് 9നെ 3 ഡിനോമിനേറ്റർ ആയിട്ടുള്ള ഫ്രാക്ഷൻ ആക്കി മാറ്റുക. ഒന്ന് ആലോചിച്ച് നോക്കി, എങ്ങനെ കിട്ടും? 6/9നോട് ഈക്വൽ ആയിട്ടുള്ള 3 ഡിനോമിനേറ്റർ ആയിട്ടുള്ള ഫ്രാക്ഷൻ ഏതാണ്? അപ്പൊ നോക്കുക, 9നെ 3 ഗ്രൂപ്പ് ആക്കിയാൽ എത്ര കിട്ടും? 9നെ 3 ഗ്രൂപ്പ് ആക്കിയാൽ ഓരോ ഗ്രൂപ്പിൽ എത്ര വീതം കിട്ടും? 3 വീതം കിട്ടും. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ 6നെയും 3 ഗ്രൂപ്പ് ആക്കിയാൽ ഓരോന്നിൽ എത്ര ഗ്രൂപ്പ്? ഓരോന്ന് എത്ര വീതം വരും? 2 വീതം വരും. അതായത് 2 ഔട്ട് ഓഫ് 3 ആണ് 9നോട് ഈക്വൽ. ശരിയല്ലേ? 9നെ ഞാൻ 3 ഗ്രൂപ്പ് ആക്കി. അപ്പൊ ഓരോ ഗ്രൂപ്പിൽ എത്ര വീതം വന്നു? 3 വരും. അങ്ങനെയുള്ള എത്ര ഗ്രൂപ്പ് 3 ചേരുന്നതാണ് 6 കിട്ടുന്നത്? 2 അല്ലേ? അങ്ങനെയാണ് നമുക്ക് 2/3. അതായത് 6/9നോട് ഈക്വൽ ആയിട്ടുള്ള 3 ഡിനോമിനേറ്റർ ആയിട്ടുള്ള ഫ്രാക്ഷൻ ആണ് 2/3. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ പ്രോബ്ലങ്ങളും നോട്ട്ബുക്കിൽ എഴുതുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ എഴുതാൻ പറഞ്ഞിരിക്കുന്ന കാര്യം ടെക്സ്റ്റ് ബുക്കിൽ എഴുതുക. ഇപ്പൊ ഡിസ്കസ് ചെയ്ത കളർ ചെയ്യാനുള്ള പ്രോബ്ലം ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചെയ്യുക. ബാക്കി കാര്യങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.